മന്ത്രിസഭാ യോഗത്തിൽ CPI മന്ത്രിമാർ പങ്കെടുക്കില്ല. ഇന്ന് ചേർന്ന CPI സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം. ഓൺലൈനായി ചേർന്ന CPI സെക്രട്ടേറിയറ്റ് യോഗം അവസാനിച്ചു. AK സ്റ്റെഫിനുണ്ട്. സ്റ്റെഫിൻ, പറഞ്ഞതുപോലെ തന്നെ നിലപാടിൽ ഉറച്ച് മന്ത്രിസഭാ യോഗത്തിൽ നിന്നും നാളെ നടക്കാൻ പോകുന്ന യോഗത്തിൽ നിന്നും പിൻവാങ്ങി നിൽക്കുന്നു. ഇന്ന് ചേർന്ന യോഗത്തിൽ, അത് ഓൺലൈനായിട്ടാണ് ചേർന്ന് മനസ്സിലാക്കുന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എടുത്ത തീരുമാനം. ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവിലും അതോടൊപ്പം തന്നെ മറ്റ് നേതൃയോഗങ്ങളിലും ഉണ്ടായിരുന്ന അതേ തീരുമാനം ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടതിനു ശേഷം സെക്രട്ടറി യോഗം ചേർന്നിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെ ആ യോഗത്തിലാണ് ഇപ്പോൾ നിർണായകമായ ഈ തീരുമാനം വീണ്ടും ആവർത്തിക്കുന്നത്. അതായത് നാളെ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ 4 മന്ത്രിമാരും, മന്ത്രി കെ രാജനും P പ്രസാദും GR അനിലും ചിഞ്ചു റാണിയും പങ്കെടുക്കില്ല എന്നുള്ള നിർദ്ദേശമാണ്, പങ്കെടുക്കരുത് എന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് മന്ത്രിമാർക്ക് നൽകിയിരിക്കുന്നത്. ആ നിലപാടിൽ തന്നെ ഉറച്ചു മുന്നോട്ട് പോകാനാണ് CPIയുടെ തീരുമാനം. പക്ഷേ സമവായ സാധ്യതകൾ ഇവിടെ അടയുന്നില്ല. കാരണം നാളെ രാവിലെ 10 മണിക്കായിരുന്നു സാധാരണ രീതിയിൽ മന്ത്രിസഭാ യോഗം നടക്കേണ്ടത്. പക്ഷേ അത് ഉച്ച കഴിഞ്ഞ് 3:30-ക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. സമയത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ CPIയുടെ നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇനിയും സാധ്യതകളുണ്ട്. വഴി അടഞ്ഞിട്ടില്ല. ഒപ്പം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളും മുഖ്യമന്ത്രിയും CPIയുടെ നേതാക്കളും ഒന്നിച്ചിരുന്നൊരു ചർച്ചയ്ക്കും സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സമവായ സാധ്യതകളെല്ലാം നിലനിൽക്കുന്നുണ്ട്. നാളെ രാവിലെ പല നേതാക്കളും ജില്ലയ്ക്ക് പുറത്താണ്. അവർ വന്ന് കൂടിയാലോചനകൾക്ക് ശേഷം ഒരുപക്ഷെ ഒരു തീരുമാനത്തിലേക്ക്, സമവായത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന സാധ്യത CPM പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നിലവിൽ CPI നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ വിഷയം, PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം, അത് രാഷ്ട്രീയമായ ഒരു വിഷയം മാത്രമല്ല, അത് നിലപാടിൻ്റെ ആശയത്തിൻ്റെ ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഈ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഏതായാലും മന്ത്രിമാർ നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കില്ല. അതിനുശേഷം LDF യോഗമുണ്ടാകും. ആ LDF യോഗത്തിൽ ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്തതിനു ശേഷം മാത്രമേ ഏതെങ്കിലും, അതായത് സ്റ്റെഫിൻ, ഇനി ഒരു എക്സിക്യൂട്ടീവ് യോഗം കൂടി ചേരാൻ പോകുന്നു 4-ാം തീയതി. അതിന് മുന്നോടിയായി ഏതെങ്കിലും തരത്തിൽ CPI ആവശ്യപ്പെടുന്നവരുടെ ഒരു തീരുമാനങ്ങൾ, അത് LDF-ന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു, പിന്നാലെ നടക്കുന്ന മറുഭാഗത്തുള്ള നീക്കങ്ങളെയൊക്കെ എങ്ങനെയാണ് CPI പ്രതീക്ഷിക്കുന്നത്? അതല്ല, കാര്യങ്ങൾ ഒരു ഏകോപനത്തിലേക്ക് അല്ലെങ്കിൽ പ്രതീക്ഷിച്ചതുപോലെ വന്നില്ല എങ്കിൽ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങുമോ CPI? പ്രതീക്ഷ, ഇതുവരെയുള്ള നീക്കങ്ങൾ അനുസരിച്ച് CPI ഉറച്ചു തന്നെ നിൽക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സമ്മേളനത്തിലടക്കം PM ശ്രീക്കെതിരായും ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായുമുള്ള വിശകലന പ്രമേയങ്ങൾ പാസാക്കിയ ഒരു പാർട്ടിയാണ് CPI. അവരുടെ നിലപാടിൽ അവർ വെള്ളം ചേർത്തിട്ടില്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസിൽ, മധുര പാർട്ടി കോൺഗ്രസിൽ, അതിന് മുമ്പ് നടന്ന 2022 പാർട്ടി കോൺഗ്രസിലെല്ലാം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരായിട്ടുള്ള പരാമർശങ്ങൾ അവരുടെ രാഷ്ട്രീയ വിശകലന റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരിൽ ഒരു നയമാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ നയമാറ്റം അവർ തുറന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ നയം മാറാൻ CPI ഒരുക്കമല്ല എന്നുള്ള കാര്യം അവർ വ്യക്തമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ തുടർന്ന് വന്നിരുന്ന ആ ഒരു നിലപാട് അത് അവർ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ LDF-ൽ ചർച്ചയ്ക്ക് വന്നതിന് ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത തീരുമാനത്തിലേക്കെല്ലാം CPI പോവുകയുള്ളൂ. പക്ഷേ അതിനുള്ള സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നില്ല. സമവായ സാധ്യത തന്നെയാണ് ഏതായാലും രണ്ട് നേതൃത്വങ്ങളും ആഗ്രഹിക്കുന്നത്.